ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെ കർണാടക ബിജെപിയിൽ തുടങ്ങിയ തർക്കം മുറുകുകയാണ്. മകന് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് പാർട്ടി വിടാനൊരുങ്ങുകയാണ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ KS ഈശ്വരപ്പ. 3 സീറ്റുകളെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന JDS-നെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും തുടരുന്നുണ്ട്. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, ചില അപ്രതീക്ഷിത നീക്കങ്ങളുമായുള്ള BJPയുടെ കർണാടകയിലെ സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ കണ്ടതാണ്. സിറ്റിംഗ് MP-മാർക്ക്, മുൻ കേന്ദ്രമന്ത്രിമാർക്കൊക്കെ പലർക്കും സീറ്റ് നിഷേധിച്ചു. ആ ഘട്ടത്തിൽ ഇപ്പോൾ ഈശ്വരപ്പയെ പോലെ, ജഗദീഷ് ഷെട്ടാറിനെ പോലെയൊക്കെയുള്ള മുതിർന്ന നേതാക്കൾ അതൃപ്തിയുമായി രംഗത്ത് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് BJP കണക്കിലെടുക്കുന്നത്? അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളുണ്ടോ? ഒപ്പം JDS-ന്റെ ആവശ്യം എന്താണ്? അനുജ, KS ഈശ്വരപ്പ മുൻ ഉപമുഖ്യമന്ത്രിയാണ്, മുതിർന്ന നേതാവാണ്. മകൻ കാന്തേഷിന് ഈ പറഞ്ഞ സീറ്റ് നൽകിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ പറയുന്നുണ്ട്. ശിവമോഗയിൽ തന്നെ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കും. അതായത് BS യെദ്യൂരപ്പന് മകനെതിരെയാണ് സ്വതന്ത്രനായി മത്സരിക്കുക എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ആ രീതിയിലാണ് BJPക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ. മാത്രമല്ല, കോൺഗ്രസിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്നാരോപിച്ചുകൊണ്ട് ജഗദീഷ് ഷെട്ടാർ കോൺഗ്രസിലേക്ക് പോയിരുന്നു. തിരികെ വരികയും ചെയ്തിരുന്നു. 2 മാസം മുമ്പാണ് ജഗദീഷ് ഷെട്ടാർ തിരിച്ചെത്തിയത്. അദ്ദേഹത്തിനും അർഹമായ പ്രാതിനിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യപ്പെട്ട സീറ്റ് നൽകിയില്ല എന്നൊരു ആരോപണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ബലഗാവി നൽകാമെന്നുള്ളതാണ് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനം. പക്ഷേ അത് വേണ്ട എന്നുള്ള നിലപാടിലാണ് അദ്ദേഹം ഉള്ളത്. നമുക്കറിയാം, ലിംഗായത്ത വിഭാഗത്തിൻ്റെ ഒരു വലിയ വോട്ട് ബാങ്ക് അവിടെ ഉണ്ട്. അത് ഈ ജഗദീഷ് ഷെട്ടാറിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ആ വോട്ട് ബാങ്ക് ഉള്ളത്. അപ്പോൾ BJPക്ക് അങ്ങനെ ഇദ്ദേഹത്തെ പിണക്കി നിർത്താൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള എന്തായാലും ഒരു അനുനയ ശ്രമങ്ങളൊക്കെ എന്തായാലും നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ജഗദീഷ് ഷെട്ടാറുമായി. എന്തായാലും ഈശ്വരപ്പയുടെ കാര്യത്തിൽ എന്തായാലും അനുനയ നീക്കങ്ങളൊന്നും തന്നെ ഇനി ഫലം കാണാൻ സാധ്യതയില്ല. കാരണം അവിടങ്ങളിലൊക്കെ ആവശ്യപ്പെട്ട സീറ്റുകളിലൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു അനുനയ നീക്കത്തിന് ഇനി ഒരു പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നോക്കിക്കാണേണ്ടത്. മറ്റൊന്ന് JDS-ന്റെ കാര്യമാണ്. JDS 3 സീറ്റുകൾ കൃത്യമായി തന്നെ വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് മാണ്ഡ്യ, ഹാസൻ, കോലാർ എന്നീ സീറ്റുകളാണ് വേണമെന്നുള്ളൊരു ആവശ്യം HD കുമാരസ്വാമി ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രിയെ കണ്ട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടും ഇതേ കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാണ്ഡ്യ വിട്ടുകൊടുക്കാൻ എന്തായാലും തയ്യാറല്ല. മാണ്ഡ്യയിൽ പക്ഷേ സുമലതയെ തന്നെ മത്സരിപ്പിക്കണമെന്നുള്ളതാണ് BJPയുടെ ഒരു തീരുമാനം. BJP ആ രീതിയിൽ തീരുമാനവുമായി മുൻപോട്ട് പോകുമ്പോൾ മാണ്ഡ്യയിൽ താൻ തന്നെ മത്സരിക്കുമെന്നുള്ളതാണ് HD കുമാരസ്വാമി പറയുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ വലിയ തർക്കങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. മാത്രമല്ല, BJP ഈ പറഞ്ഞ രീതിയിൽ അനുവദിക്കുന്നില്ല എങ്കിൽ, 3 സീറ്റുകൾ അനുവദിക്കുന്നില്ല എങ്കിൽ 25-ാം തീയതി ആകുമ്പോഴേക്കും മാണ്ഡ്യയിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും HD കുമാരസ്വാമി എന്തായാലും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആകെ ആഭ്യന്തര പ്രശ്നങ്ങൾ, BJPക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനൊപ്പം തന്നെ ഈ സഖ്യകക്ഷിയുമായിട്ടുള്ള JDS-ഉമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകളിലും വലിയ തോതിലുള്ള തർക്കങ്ങളാണ് എന്തായാലും കർണാടകയിൽ തുടരുന്നത്. ആദ്യഘട്ട പട്ടിക 20 പേരുടെ പട്ടിക പുറത്ത് വന്നപ്പോഴേക്കും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് BJPക്കകത്ത് ഇപ്പോൾ കർണാടകയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കർണാടക BJPയിലുണ്ടായ പ്രതിസന്ധിയുടെ വിവരങ്ങളാണ് മനേഷ് മൂർത്തി നൽകിയത്.